പ്രിയപ്പെട്ടവരെ, ചെറുതാണെങ്കിലും കാരുണ്യത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഒരു പ്രൗഢമായ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. 24-നെ കേവലം ഒരു വാർത്താ ചാനൽ എന്നതിനപ്പുറം അവരുടെ ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത്തരം വേദികൾ പുതിയതല്ല. എങ്കിലും നമുക്കറിയാം, വാർത്ത എന്നത് കേവലം യാന്ത്രികമായ ഒന്നല്ലെന്നും അത് റേറ്റിങ്ങിന് വേണ്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടോൽപ്പന്നം മാത്രമല്ല എന്നും, നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമ്മുടെ വാർത്തായാത്രയിൽ കാണുന്ന വേദനിക്കുന്ന മുഖങ്ങളെ ചേർത്തുപിടിക്കലാണെന്നും, ആ ചേർത്തുപിടിക്കുന്ന വേദനിക്കുന്ന മുഖങ്ങളുടെ വേദന മാറ്റുമ്പോൾ മാത്രമാണ് ആ വാർത്തായാത്ര സാർത്ഥകമാകൂ എന്ന് 24 തുടക്കം മുതലേ പ്രിയപ്പെട്ടവർക്കറിയാം. തുടക്കം മുതലേ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റമാണ്. ഒരുപക്ഷെ ആ വാല്യൂ സിസ്റ്റം അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സ്പഷ്ടവും കുറച്ചുകൂടി കൃത്യവും കുറച്ചുകൂടി ലൗഡായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ്. അതിൻ്റെ സ്ഥാപകൻ ശ്രീ MA യൂസഫ് അലി, റോൾ മോഡലായ, ലോകം മുഴുവൻ അറിയുന്ന ഒരു സക്സസ്ഫുൾ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നതിനപ്പുറം ഒരുപക്ഷെ അത്തരം ഇടപെടലുകൾ, നമുക്കൊക്കെ അറിയാവുന്ന അത്തരം ഇടപെടലുകൾ, നമ്മളൊന്നും അറിയാത്ത, ഇരുചവി അറിയാത്ത, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ പോലും അറിയാത്ത 100,000 ഇടപെടൽ കൂടിയാണ് മലയാളത്തിൻ്റെ, രാജ്യത്തിൻ്റെ അഭിമാനമായി ശ്രീ MA യൂസഫ് അലി ലോകത്തിന് മുന്നിൽ അങ്ങനെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലുലു ഗ്രൂപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ നിർമ്മിക്കുന്ന വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് നമ്മളുള്ളത്. 5 വീടുകളുടെ ഒരു പ്രൊജക്റ്റാണത്. അതിലെ 4 വീടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും മഹനീയമായ ഈ സദസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട SKN 24 ചീഫ് എഡിറ്റർ ശ്രീ R ശ്രീകണ്ഠൻ നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MA യൂസഫ് അലി, ലുലു ഇൻ്റർനാഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MA യൂസഫ് അലി നടന്നു വന്ന വിജയവഴികൾ, അതിൽ നിറയെ കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങൾ കാണാം. ആ യാത്രയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ഇന്ത്യയുടെ റോവിംഗ് അംബാസഡർ എന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ MA യൂസഫ് അലിയെ വിശേഷിപ്പിച്ചത്. പ്രവാസ ലോകത്ത് കപ്പലിറങ്ങി 50 ആണ്ട് പിന്നിടുമ്പോൾ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളായി MA യൂസഫ് അലി മാറി. എളിയ നിലയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പടവുകൾ കയറിയപ്പോഴും മനസ്സുകൊണ്ട് പഴയ നാട്ടികക്കാരൻ തന്നെയാണ് MA യൂസഫ് അലി. 37,000 ഇന്ത്യക്കാരടക്കം 73,000 ജീവനക്കാരുള്ള ആഗോളതലത്തിൽ $7.6 ബില്യൺ വാർഷിക വിറ്റുവരവുള്ള സാമ്രാജ്യത്തിന് നേതൃത്വം നൽകുമ്പോഴും ലാളിത്യവും എളിമയും MA യൂസഫ് അലി കൈവിട്ടില്ല. ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും മനസ്സ് നോവുന്നവർക്കൊപ്പമായിരുന്നു എന്നും എപ്പോഴും യൂസഫ് അലി. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ $68 ലക്ഷം യൂസഫ് അലി സംഭാവന ചെയ്തത്. കേരളത്തിലെ പ്രളയ, സുനാമി ദുരന്ത ബാധിതർക്ക് യൂസഫ് അലി കൈത്താങ്ങായി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസറായിരുന്ന ഷിഹാബുദ്ദീൻ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞപ്പോൾ ജീവനക്കാരന്റെ ശവപ്പെട്ടി ചുമക്കുന്ന യൂസഫ് അലിയുടെ ദൃശ്യങ്ങൾ മലയാളി കണ്ണീർ നനവോടെയാണ് കണ്ടത്. 24 ഐഡന്റിഫൈ ചെയ്യുന്ന 5 ആളുകൾക്ക് 5 വീട് വെച്ചു കൊടുക്കാൻ ഞാൻ പ്രോമിസ് ചെയ്യുന്നു. 24ന്റെ വാർഷികത്തോടനുബന്ധിച്ച് തന്റെ പിറന്നാൾ സമ്മാനമായി 5 കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോഴും യൂസഫ് അലിയിലെ മനുഷ്യസ്നേഹിയെയാണ് കേരളം കണ്ടത്. കോട്ടയത്തെ അലീന മോഹനനും ആലപ്പുഴയിലെ സിനി കനീഷും രജിത്ര മോഹനും തൃശൂരിലെ ശോഭയും വയനാട്ടിലെ സജിനിയും ആ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഒരു വ്യവസായ പ്രമുഖൻ എന്നതിലുപരി സമൂഹത്തിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഇന്ന് MA യൂസഫ് അലി. ഏറെ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ MA യൂസഫ് അലി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഷ്മി സൂചിപ്പിച്ചതുപോലെ വാർത്താ പ്രക്ഷേപണം മാത്രമല്ല നമ്മുടെ ജോലി എന്ന് തിരിച്ചറിഞ്ഞ ഒരു വാർത്താ ചാനലാണ്. ശരിക്കും കേരളത്തിലെ പല ചാരിറ്റി ഓപ്പറേഷൻസിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പല കാരുണ്യ പദ്ധതികളുടെയും ഭാഗമാണ് നമ്മൾ. 24ന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ MA യൂസഫ് അലി പറഞ്ഞത്, അദ്ദേഹം ഈ വാർഷിക ആഘോഷവേളയിൽ നിങ്ങൾക്കൊരു സമ്മാനം തരാം, 5 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിൽ പരം ഒരു സന്തോഷമില്ല. നിങ്ങൾക്കറിയാം, 24-ഉമായിട്ട് എപ്പോഴും വളരെ അടുത്ത് സഞ്ചരിക്കുകയും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീ MA യൂസഫ് അലി. ഒരു വ്യവസായി എന്നതിനേക്കാളും അപ്പുറം നമ്മുടെ വളർച്ചയിലും നമ്മുടെ ഇടപെടലിലും ഒക്കെ തന്നെ വളരെ സാഹൂതം ശ്രദ്ധിക്കുകയും വേണ്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉപദേശങ്ങൾ തരികയും ആവശ്യമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം നമ്മളെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഒരു ചിരകാല സുഹൃത്തും നമ്മുടെ
നമ്മുടെ ഗുണകാംക്ഷിയും നമ്മുടെ പരക്ഷേമകാംക്ഷയുള്ള വ്യവസായിയും ഒക്കെയാണ് അദ്ദേഹം. ഈ അടുത്ത കാലം അദ്ദേഹം IPOയിൽ ഒരു റെക്കോർഡിട്ട കാര്യം നിങ്ങൾക്കറിയാം. ലോകത്തിലൊരു പക്ഷേ 10-25 രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യാവസായിക സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തുമ്പോഴും അദ്ദേഹം ഒരു കാര്യം നിർബന്ധം പിടിക്കുന്നു. അതായത് മൂല്യങ്ങൾ വിട്ടൊരു കളിയില്ല. മൂല്യങ്ങൾ വിട്ട് കളിക്കുന്ന ആളിനെ പടച്ചോൻ വെറുതെ വിടില്ല എന്ന വിശ്വാസക്കാരനാണ് ശ്രീ MA യൂസഫ് അലി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുറേ അധികം അസംഖ്യം സാധുക്കളായ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം യത്നിച്ചിട്ടുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ദിവസവും പറഞ്ഞു കേൾക്കും. ഇന്ന് ഒരുപക്ഷെ ഈ നമ്മൾക്ക് 5 വീടുകളാണ്. അതിൽ വയനാട്ടിലെ ഒരു വീടിൻ്റെ ഒരു ലാൻഡ് കണ്ടെത്തിയപ്പോൾ ലാൻഡിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ നമ്മൾ ലാൻഡ് മാറി 5ാമത്തെ വീടിൻ്റെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. 4 വീടുകൾ പൂർത്തിയായി. ഈ 4 വീടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ വെളിപ്പെടുത്താൻ കഴിയുന്നത് അത് സാധാരണ ഈ കാരുണ്യ പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന വീടുകളല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ V സുനിൽകുമാറിനെ കൂടി അനുമോദിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ശ്രീ MA യൂസഫ് അലി 5 വീടുകൾ വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ഏൽപ്പിച്ച ഒരു കാര്യം, ഈ 5 വീടുകൾ വയ്ക്കുമ്പം 1 രൂപയും അങ്ങ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, അങ്ങയുടെ നഷ്ടം എന്നോട് പറയുകയും വേണ്ട. പക്ഷേ അതേസമയം 5 നല്ല വീടുകളായിരിക്കണം. അത് 5 കുടുംബവും നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള വീടിൻ്റെ നിർമ്മാണമാണ് ശ്രീ MA യൂസഫ് അലി പ്രതീക്ഷിക്കുന്നത്. ശ്രീ V സുനിൽകുമാറും മഹേഷിനും നോക്കി നടത്തിയ മഹേഷിനും എൻ്റെ സന്തോഷം. അതോടൊപ്പം 24ൻ്റെ ഈ കാരുണ്യ പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രീ MA യൂസഫ് അലി കാണിച്ച മഹാമനസ്കതയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കുമൊക്കെ എപ്പോഴും ഞങ്ങൾ കൂടെയുണ്ടാകും. യൂസഫ് അലിയുടെ വാക്കുകൾ കേൾക്കാൻ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും കാതോർക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രത്തിന് പോലും MA യൂസഫ് അലിയുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ഞങ്ങളുടെ വളരെ നന്ദി. അങ്ങയുടെ പേരും അങ്ങ് കാണിച്ച ഈ ധർമ്മവുമൊക്കെ ഈ 4 കുടുംബങ്ങളും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അങ്ങേക്ക് ആയുരാരോഗ്യവും നല്ല ജീവിതവും സമ്മാനിക്കുന്നതിന് വഴികാട്ടിയാകും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു വൺസ് അഗൈൻ ശ്രീ MA യൂസഫ് അലി. ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈയോ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയോ അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ ചിട്ട. അതാണ് ശരി. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചതും. പക്ഷേ SK വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് SK എനിക്ക് വേണ്ടി കീ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മറ്റു പലർക്കും പ്രചോദനമാകട്ടെ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ പ്രചോദനമായി ഇനിയും ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നും ഈ പാവപ്പെട്ട അവശരും അശനരും നിരാലംബരുമായ ആളുകൾക്ക് തലചയിക്കാനുള്ള സൗകര്യം ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥ അവർക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം. ഈ 24 ചാനൽ എൻ്റെ സുഹൃത്ത് SK, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇതൊരു മഹാപ്രസ്ഥാനമായി വളരുകയും അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും സഹായം കിട്ടുകയും ചെയ്യുക എന്നത് അത് അവരുടെ ഒരു ബാധ്യതയായി തന്നെ അവരെ ഏറ്റെടുത്തു എന്നുള്ളതിൽ ഞാൻ അവരോട് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ഒരു രാത്രി ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയും കുട്ടികളുമായിട്ട് കരയുകയാണ്, അവരെ പുറത്താക്കി വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ സ്വരാജിനെ വിളിച്ചു. പറഞ്ഞു ഉടൻ SK ആയിട്ട് സംസാരിക്കുകയും ഈ പ്രശ്നം ഇപ്പം തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യുക. അതിന് ആരൊക്കെ ഞാൻ വിളിക്കണോ ഒക്കെ വിളിക്കാം. പക്ഷേ എൻ്റെ സുഹൃത്ത് മണപ്പുറം നന്ദകുമാർ അപ്പം തന്നെ അതിനെല്ലാ സഹായവും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മനുഷ്യൻ സഹായിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഈ ചാനലിനോടും പ്രത്യേകിച്ച് SKയോടൊക്കെ ഉള്ള പ്രത്യേകമായ സ്നേഹവും മതിപ്പും. അപ്പോൾ 5 വീട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കൂടുതൽ വേണ്ടേ? അപ്പോൾ 2 കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ ഫൈനാൻസ്, കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ 29 കൊല്ലമായി എൻ്റെ കൂടെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ കീ ഏറ്റുവാകുന്നവർക്ക് ഈ 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ,
ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 വീട് കൂടി നിങ്ങൾ അസറ്റ് ഹോം തന്നെ ഇവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കാം നമ്മൾ 10 വീട്. ഇത് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തത്. ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത് 10 വീട് കൂടി ഞാൻ 24 NSK ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക, സമയം വൈകരുത്. അതിന് എന്നെ അസറ്റ് സഹായിക്കണം, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ്. കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം. 5 ട്രില്യൺ എക്കണമിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇനിയും, ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് മതസ്ഥാപനങ്ങളിലും പോയാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾ രാജ്യസ്നേഹികളായി വളരുക. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക, അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക. അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതൊന്നൊരു പ്രശ്നമില്ല. താങ്ക് യു വെരി മച്ച്. കാരുണ്യത്തിൻ്റെ വാക്കുകൾക്ക് ഇനിയും നിലയ്ക്കാത്ത സഹായ പ്രവാഹത്തിന് താങ്ക്സ് ലോഡ് സർ. എന്തായാലും നമ്മുടെ ഈ സഹായ വഴികളിലേക്ക് ഒരു ചെറിയ പ്രസൻറ്റേഷൻ ഒന്ന് കാണാം. ഏത് രീതിയിലായിരുന്നു അതിൻ്റെ വഴികൾ എന്ന്. 24 വാർഷികത്തിൽ സമ്മാനമായി വ്യവസായി MA യൂസഫ് അലി നൽകിയ വാഗ്ദാനം ഇവിടെ പാലിക്കപ്പെടുകയാണ്. അർഹരായ 5 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 4 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 5ാമത്തെ വീട് വളരെ വേഗം പൂർത്തിയാക്കും. അത് വയനാട് ബത്തേരിയിലെ സജിനിക്കും കുടുംബത്തിനുമാണ്. ചോർന്നൊലിക്കുന്ന പഴയ വീട്ടിൽ ദുരിതജീവിതം അനുഭവിക്കുന്ന അലീന മോഹൻ എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കാണ് പദ്ധതിയിലെ ആദ്യ വീട്. അസുഖബാധിതരായ അച്ഛനെയും അമ്മയെയും പരിചരിക്കുന്ന അലീനയ്ക്ക് വലിയ ആശ്വാസമാണ് ഈ കൈത്താങ്ങ്. ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. യൂസഫ് അലി സാറിനോടും 24നോടും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. കഴിഞ്ഞ വിഷുദിനത്തിൽ തറക്കല്ലിട്ട വീടിന്റെ പണി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കി അസറ്റ് ഹോംസ്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും പിന്തുണയും ലഭിച്ചു. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അലീനയും കുടുംബവും. അച്ഛനും അമ്മയുമില്ലാത്ത 2 കുട്ടികൾക്കാണ് തൃശൂരിൽ വീടൊരുക്കിയത്. അടച്ചുറപ്പില്ലാത്ത കൊച്ചു ഷെഡിൽ കഴിഞ്ഞിരുന്ന ആർദ്രയുടെയും ചേട്ടൻ അർജുന്റെയും അവർക്ക് തുണയായ അമ്മൂമ്മയുടെയും സുരക്ഷിതമായ വീടെന്ന സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. 2 കിടപ്പുമുറികളടക്കം മികച്ച സൗകര്യങ്ങളോടെയുള്ള വീട്. തൃശൂർ അമ്പലപുരത്തെ സെബി ജോർജാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത്. കുട്ടികളുടെ കാര്യത്തിൽ വലിയ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ അവർക്ക് ഒരാളില്ലല്ലോ തുണയ്ക്ക്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചാനലിൽ കൊടുത്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വല്ല വീടോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മൊബൈലിൽ സെർച്ച് ചെയ്ത പെൺകുട്ടി മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് അതിന് നമ്പർ എടുത്ത് തന്നതാണ്. അങ്ങനെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് സാറ് തിരിച്ച് വിളിച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപേക്ഷ വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചതും പിന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയതും. നല്ല സന്തോഷമുണ്ട്. ഇത്ര നാളും ആ വീട്ടിൽ ചോറിൻ്റെ വീടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ സന്തോഷമുണ്ട്. ഞങ്ങൾ വീട് ചോർന്ന് വീടായിരുന്നു. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകണതിന് നല്ല സന്തോഷമുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ് മറ്റ് 2 വീടുകൾ. കായംകുളം പത്തിയൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ രജിത്ര മോഹനും കുടുംബവും കഴിഞ്ഞിരുന്നത് കുടുംബ വീട്ടിലാണ്. മഴ പെയ്താൽ ജീവിതം ദുസ്സഹമായിരുന്നു. ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്ത രജിത്രയുടെ അവസ്ഥ അറിഞ്ഞതോടെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരാണ് വീടിനായി ലുലു ഗ്രൂപ്പിന് പേര് നിർദ്ദേശിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ശ്രീകണ്ഠൻ സാറിനോടും അതുപോലെ തന്നെ യൂസഫ് അലി സാറിനോടും അസറ്റ് ഹോംസിനോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും പിന്നെ 24 കണക്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഫ്ലവേഴ്സ് 24 ടീമിനോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിലം പൊത്താറായ ഷെഡിൽ താമസിച്ചിരുന്ന
കായംകുളം കരിയിലക്കുളങ്ങര പുതിയ വിളയിൽ കനീഷ് സിനി ദമ്പതികൾക്കുള്ള വീട് നിർമ്മാണവും പൂർത്തിയായി. ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച സമ്മാനത്തുകയും കനീഷിന്റെ പേരിലുണ്ടായിരുന്ന പലചരക്ക് കട വിറ്റുകിട്ടിയ പണവും സുമനസ്സുകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ടാണ് സ്ഥലം വാങ്ങിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം നൽകിയ 24-നും ശ്രീകണ്ഠൻ നായർ സാറിനും അതിലുപരി MA യൂസഫലി സാറിനും ഒരുപാട് നന്ദിയുണ്ട്. വയനാട് മീനങ്ങാടി നെല്ലിച്ചോട് അത്തിനിലത്ത് ചെറിയ ഷെഡിൽ ദുരിതജീവിതം നയിക്കുകയായിരുന്ന സജിനിക്കും കുടുംബത്തിനും ആശ്വാസത്തിന്റെ തണലൊരുങ്ങുകയാണ്. വീട് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ബത്തേരി കൊളകപ്പാറ പൂതിക്കാട് ജയ്ഹിന്ദ് നിവാസിൽ ജെയിംസും കുടുംബവും സൗജന്യമായി വിട്ടു നൽകിയ 25 സെന്റിൽ നിന്നുള്ള 5 സെന്റ് ഭൂമിയിലാണ് ഇവർക്കായി വീട് നിർമ്മിക്കുന്നത്. എനിക്ക് 5 സെന്റ് സ്ഥലം തന്നത് ജെയിംസ് എന്ന് പറയുന്ന ചേട്ടനാണ്. വീട് പണിത് തരുന്നത് MA യൂസഫലി സാറും 24 ചാനലും കൂടിയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ്, താക്കോൽദാന ചടങ്ങിലേക്കാണ്. ഞാൻ ആദ്യം വിളിക്കുന്നത് കോട്ടയം കുമരകത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ശ്രീമതി അലീന മോഹനെയാണ്. വെൽക്കം അലീന. താങ്ക് യു അലീന. ഇനി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ആർദ്രയാണ്. ആർദ്രയും അർജുനും SKN എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ആർദ്രയുടെ വീട് നിർമ്മാണത്തിലേക്കുള്ള ഒരു വീട് എന്നല്ല, ഒരു കിടപ്പാടം എന്നുള്ള വിശാലമായ അർത്ഥം അതിനുണ്ട്. ആർദ്രയെയും വീട്ടുകാരെയും അർജുനെയും ഒക്കെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം. അത്താണിക്കടുത്താണ് അമ്പലപ്പുരത്ത് 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് ശ്രീ സെബി ജോർജ് ആണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരത്തിൻ്റെ പിന്തുണ, നഗരസഭാ ചെയർമാൻ ശ്രീ സുരേന്ദ്രൻ ഒക്കെയുള്ളവർ വലിയ പിന്തുണ നമുക്ക് ആർദ്രയ്ക്കും അർജുനും ഈ വീട് നിർമ്മിച്ച് നൽകുന്നതിൽ അത് സാക്ഷാത്കരിക്കുന്നത് വലിയ സഹായമായിട്ടുണ്ട്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. നഗരസഭാ ചെയർമാൻ ശ്രീ സുരേന്ദ്രനെ വിളിക്കുന്നു. സപ്പോർട്ട് ചെയ്തു നമ്മുടെ അവിടുത്തെ നിർമ്മാണത്തിന്. ഓക്കെ വളരെ സന്തോഷം. നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇനി അടുത്ത ആലപ്പുഴ ജില്ലയിലെ കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ രജിത്ര മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം രജിത്ര. താങ്ക് യു രജിത്ര. ഇനി കായംകുളം കരിയിലക്കുളങ്ങരയിലെ കനീഷ് സിനി ദമ്പതികളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സിനി, കനീഷ്. ഈ 4 വീടുകൾ നിർമ്മാണം 5ാമത്തെ വീട് വയനാട് മീനങ്ങാടി സജിനിക്കാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. നേരത്തെ SKN പറഞ്ഞതുപോലെ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് അതിവേഗം പരിഹരിച്ചു വരുന്നുണ്ട്. അസറ്റ് ഹോംസ് അവരുടെ ലാഭം എടുത്തിട്ടില്ല, മാത്രമല്ല അവരുടെ സ്റ്റോറിൽ നിന്നും അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും ഈ ചടങ്ങിൽ ശ്രീ V സുനിൽകുമാറിനെ കൂടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം തികച്ചും അർഹതപ്പെട്ട ആൾക്കാർക്കാണ് വീടുകൾ ലഭിച്ചതെന്നുള്ള വലിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അസറ്റ് ഹോംസ് ഏകദേശം 8000 പേർക്ക് വീട് പണിത് താക്കോൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പം കൊടുത്ത താക്കോലിൻ്റെ അത്രയും ഒരു സന്തോഷം തോന്നിയിട്ടില്ല. സത്യത്തിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ചടങ്ങായിരുന്നു. താങ്ക് യു. ശ്രീ MA യൂസഫലി ഒരു ജോലിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്, 10 വീടുകളുടെ പൂർത്തിയാക്കണം. അപ്പോൾ ഈ നന്ദി എല്ലാവരുടെ ഒന്നിച്ച് പറയാനാണ് വിചാരിക്കുന്നത്. എന്തായാലും താങ്ക് യു. കാരണം ഇത്രയും നിങ്ങൾക്കറിയുന്ന പോലെ അസറ്റ് ഹോംസ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നത ലീഡിങ് ബിൽഡേഴ്സാണ്. തിരുവനന്തപുരത്തൊക്കെ ചെന്നപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫ്ലാറ്റുകൾ ഒരുപാട് പൊങ്ങിയിരിക്കുന്നു. അവിടെ വിഴിഞ്ഞത്തിൻ്റെ മേളിലോട്ട് പൊങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്രയും നല്ല തിരക്കുകൾക്കിടയിലാണ് ഈ 4 സാധുക്കളായ ആൾക്കാരെ കുടുംബത്തിൽ ഒരു ഇടമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം നേരിട്ട് തന്നെ ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ നന്ദി പറഞ്ഞ് കുളമാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ചെറിയ ആദരം. ഈ 10 കോടി പൂർത്തിയാക്കുമ്പോൾ എൻ്റെ വക ഇതിലും വലിയൊരു പേയ്മെൻറ്റ് കൂടി കൊടുക്കും.
താങ്ക് യു ശ്രീ വിഷ്ണുകുമാർ. മിസ്റ്റർ എം എ യൂസഫ് അലി സാറിന് ഒരു ടോക്കൺ ഓഫ് താങ്ക്സിന് വേണ്ടി SK എന്നെ ക്ഷണിക്കാം പ്ലീസ്. പ്രിയപ്പെട്ടവർ, ഈ വേദിയിൽ ഒരു ബുക്ക് കൈമാറുകയാണ്. ആ ബുക്കിൻ്റെ പേര് എന്നുള്ളതാണ് ബുക്കിൻ്റെ പേര്. ശ്രീ ശരത് കൃഷ്ണ, അതിൻ്റെ ഓതർ ട്രാവൽ സ്റ്റോറീസ് വിത്ത് മൈ മദർ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ളതാണ്. രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു അമ്മയും മകനുമാണ്. ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഏഷ്യാനെറ്റിലെ MR രാജൻ, തൃശ്ശൂരിലെ MR രാജൻ്റെ സഹോദരിയാണിത്, അത് മകനാണ്. ഇവർ രണ്ടുപേരോട് ഒന്നിച്ചൊരു കുറേ യാത്ര ലോകം മുഴുവൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊരു പുസ്തകം അങ്ങേക്ക് സമർപ്പിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടു ഈ ചടങ്ങിൽ. പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടവും, ഇപ്പോഴത്തെ പുതിയ തലമുറ പുസ്തകമൊന്നും വായിക്കില്ലെങ്കിലും നമ്മൾ പഴയ തലമുറയിലുള്ളവരാണ്. ഇങ്ങനെ ഞാൻ ഫ്ലൈറ്റിലിരുന്നിട്ടാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക. ഇത് തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഞാൻ വായന തുടങ്ങാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നന്ദി പ്രകാശത്തിനായി ഞാൻ ക്ഷണിക്കുന്നു 24 എഡിറ്റർ ഇൻചാർജ് ശ്രീ PP ജെയിംസ്. വലിയ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഒരു വിശുദ്ധമായ ഒരു ചടങ്ങ് എന്ന് തന്നെ പറയേണ്ടി വരും. 24 കണക്റ്റ് എന്ന പ്രസ്ഥാനം, അത് SKൻ്റെ ഒരു വലിയൊരു വിഷനാണത്. 1.5 കോടി മലയാളികളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഇതിനാണ് നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീടുകൾ നിർമ്മിച്ച് നൽകുക, മലയാളികളെ കണക്ട് ചെയ്യുക. വിദേശത്തൊക്കെ ഒരുപാട് പൈസയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ ഇപ്പോൾ യൂസഫ് അലിക്കൊക്കെ ചെയ്യുന്ന പോലെ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. ഇപ്പോൾ ഞങ്ങളിത് രംഗത്ത് വന്നതോടെ ഒരുപാട് പേര് ആ തരത്തിൽ താല്പര്യം കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശ്രീ MA യൂസഫ് അലിക്ക് 24ൻ്റെ പേരിൽ, ശ്രീ SKൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പിന്നെ SKന് ഞാൻ നന്ദി പറയാമെന്ന് പറഞ്ഞാൽ അധികപ്പറ്റാണ്. പക്ഷേ എന്നാലും ഔപചാരികതയുടെ പേരിൽ ശ്രീ SKന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ എടുത്ത് പറയേണ്ട അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ V സുനിൽകുമാർ. അദ്ദേഹം വളരെ പഞ്ചപാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈസ് എന്താ പറയുക, നല്ല ബിൽഡറും ആർക്കിടെക്റ്റുമാണ്. സോ V സുനിൽകുമാറിന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഒരുപാട് പേര് ഇവിടെ, നമ്മുടെ സ്വരാജ് അടക്കമുള്ള ലുലുവിൻ്റെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.